നമ്മൾ പറഞ്ഞ ആ വീട് വീണുട്ടാ. കടല് നല്ല അടിപൊളിയായിട്ട് കയറി വരുന്നില്ല. മഴ ഇപ്പൊ തോർന്നേ ഉള്ളൂ. നല്ല കാറ്റും മഴയായിരുന്നു രാവിലെ. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. അപ്പോൾ ഇന്നും നല്ല ഗംഭീര മഴയായിരുന്നു. മഴ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കാറ്റും. മഴയേക്കാൾ കൂടുതൽ കാറ്റാണ്. മഴ വലിയ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല. മഴ അധിക സമയം പെയ്യുന്നില്ല. മാക്സിമം ഒരു 5-10 മിനിറ്റ് സമയം മഴ പെയ്യുന്നുള്ളൂ. മഴ പെട്ടെന്ന് തോരുന്നുണ്ട്. പക്ഷേ കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത്. അതായത് ഓരോ മഴയ്ക്കൊപ്പം ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. കണ്ടിന്യൂസ് നിൽക്കുന്നില്ല. എന്നാൽ ഒരു ദിവസത്തിൽ തന്നെ പല തവണയായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓരോ തവണ മഴ പെയ്യുമ്പോഴും അതിൻ്റെ ഒപ്പം ഭയങ്കരമായിട്ടുള്ള കാറ്റ്, കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ് വരുന്നത്. കാറ്റ് വരുമ്പോൾ അപ്പം കടലും കൂടും. ഓരോ കാറ്റ് വരുമ്പോഴും ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് കടൽ കൂടും, തിരമാലകൾ കൂടും. ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. മൊത്തത്തിൽ ഇപ്പം ഇവിടെയൊക്കെ കരയിലേക്ക് കുറേ കയറുന്നുണ്ട് കടൽ. എന്നാൽ നമ്മുടെ അവിടെയൊക്കെ നമ്മൾ കുളങ്ങര ബീച്ച് വന്ന് കയറുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് കുഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ആ കുഴിക്കലങ്ങ് കയറി പോകും. അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും ഇവിടേക്ക് ഒന്ന് നടന്നു പോകാൻ ഇവിടെ നമ്മൾ കാണിച്ചൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അവിടെ നന്നായിട്ട് കുഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. അറിയില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് നടക്കുകയാണ്. ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റിൽ റോഡിൽ ഒരു തെങ്ങ് വീണിട്ട് 5 ഇലക്ട്രിക് പോസ്റ്റാണ് ഒടിഞ്ഞത് കേട്ടോ. അത്രയും നല്ല വെയിറ്റുള്ള വലിയ തെങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ 5 ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആവുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഇന്നലെ മുതൽ കറണ്ടില്ല. ഇപ്പോൾ ദാ KSEBക്കാർ വന്നിട്ടുണ്ട്, പോസ്റ്റ് മാറ്റിയിടാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഫയർഫോഴ്സ് വന്നിട്ടാണ് തെങ്ങൊക്കെ മുറിച്ച് മാറ്റിയത്. പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ പോസ്റ്റെല്ലാം എടുത്ത് റോട്ടിൽ നിന്ന് സൈഡിലേക്ക് മാറ്റി റോഡൊന്ന് ക്ലിയർ ചെയ്തിട്ടിരുന്നു. ഇന്ന് ഇപ്പോൾ KSEBക്കാർ മാറ്റാൻ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു ഫുൾ ഡേ എടുക്കുമായിരിക്കും. കാരണം 5 പോസ്റ്റ് മാറ്റണ്ടേ. എന്തായാലും KSEBക്കും ഫയർഫോഴ്സിനും അതുപോലുള്ള ഇതിനൊക്കെ നല്ല പണിയാണിപ്പോൾ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിശ്രമമില്ലാത്ത പണിയാണ്. അപ്പോൾ അത് രാത്രി പോലെ ഇന്നലെ ഫയർഫോഴ്സ് വന്നത് രാത്രി 10-11 മണി സമയത്തൊക്കെയാണ് ഫയർഫോഴ്സ് വന്നത്. അപ്പോൾ ഈ ഒരു വീട് വലിയ വ്യത്യാസം എന്ന് പറയാനില്ല. അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ വീട്. ഇവിടെ കാര്യമായിട്ട് ഇപ്പോൾ കുഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. തിരമാലകൾ നല്ലപോലെ അടിച്ച് കയറുന്നുണ്ട്. വീടിനെ എന്തായാലും കൊണ്ടുപോവുകയോ മൂടിക്കളയോ ചെയ്യും. അത് ഉറപ്പാണ്. അന്ന് നമ്മൾ കാണിച്ചതിനേക്കാളും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് വീട്. പിന്നെ ഈ ഒരു ഏരിയയിലും ഇവിടെയൊക്കെ ഇങ്ങനെ കുഴിച്ച് പോകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ അത്ര കാര്യമായിട്ടുള്ള കുഴിക്കലില്ല. അതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നത്. ഇന്നത്തെ തിരമാലകൾ നല്ല തിരമാലകളാട്ടോ. ഭയങ്കരമായിട്ടുള്ള ദൂരെ നിന്ന് തന്നെ പൊട്ടി വരുന്നുണ്ട്. നല്ല തിര പൊട്ടി വരുന്നുണ്ട്. നല്ല കടലിൻ്റെ നിറമാണെങ്കിൽ നല്ല എന്താ പറയുക, ബ്രൗൺ കളറിലാണ്. നല്ല കടുപ്പമുള്ള കാപ്പി പോലെയാണ് കടൽ വരുന്നത്. നല്ലതുപോലെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ അവിടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു തെങ്ങിൻ്റെ കുറ്റിയുണ്ട് കട, അതുപോലെ കയറി നിൽക്കാൻ കേട്ടോ. ഇതിൻ്റെ അടികൂടെയൊക്കെ കടൽ നല്ല രീതിയിൽ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തെ ഗ്യാപ്പ് കഴിഞ്ഞത് അടുത്ത മഴ തുടങ്ങിയിട്ടാണ്. മഴ ഇപ്പോൾ കാറ്റ് വീശി തുടങ്ങിയിട്ടില്ല. കാറ്റ് ചെറുതായിട്ട് വെച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ നല്ല കാറ്റായിരിക്കും. ഓരോ മഴയ്ക്കൊപ്പം നല്ല കാറ്റ് വീശാറുണ്ട്. ഇവിടെയൊക്കെ നോക്കിയേ, മണ്ണെടുത്ത് കൊണ്ടുപോകണ്ട. അതിഭീകരമായിട്ടാ മണ്ണെടുക്കണേ. കണ്ട കുഴിക്കൽ കണ്ട. ഇങ്ങനെ കുഴിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഏത് നിൽക്കുമോ നോക്കി അപ്പുറത്തേക്ക് നോക്കിയേ. കണ്ട, അതാണ് നമ്മുടെ അതിലാണ് റോഡ്. അവിടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അത് KSEBക്കാർ പോസ്റ്റ് മാറ്റാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ ഒരു പുഴയും ഈ ഒരു കടലും തമ്മിൽ ഒന്നാവാൻ അധികം സമയം തുടങ്ങി. ഒന്നാവാന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ചിലപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ കുഴിച്ച് കൊണ്ടുപോയി അവിടെ വരെ എത്തും. അല്ലെങ്കിൽ ഒരൊറ്റടിക്ക് ഈ മണ്ണിനെ കൊണ്ടുപോയിട്ട് ആ പുഴ നികത്തും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാൻ സാധ്യത. കണ്ടാ നോക്കിയേ,
ഇങ്ങനെ വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ നമ്മുടെ മറ്റേ വീട് പകുതിയും കൂടി വീണുട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച വീട്, നമ്മൾ കാണിക്കാറുള്ള വീട്, വീഴുമെന്ന് പറഞ്ഞിരുന്ന വീട് കുറച്ചുകൂടി തകർന്ന് വീണു. അതിൻ്റെ മേൽക്കൂര, അതായത് അതിൻ്റെ മുകളിലത്തെ വാർത്തിട്ടുള്ള ഭാഗമില്ലേ, അത് തകർന്ന് വീണു. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് നിന്നിരുന്നതാണ്. അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ഇവിടെ വരുന്നവരൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെയാണ് കളിക്കുന്നത്. പിള്ളേരൊക്കെ വന്ന് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട് ഏത് സമയത്തും അത് ഇടിഞ്ഞ് വീഴും എന്നൊക്കെ. ഇപ്പം നോക്കിയേ, ആരും അതിൻ്റെ മുകളിലുള്ള സമയത്തൊന്നുമല്ല ഈ അപകടം ഉണ്ടായത്. ഭാഗ്യം. അത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ അത് വലിയൊരു അപകടമായാണ്. ഇപ്പം നോക്കി, ഇവിടെ ആ വീട് പോയിട്ട് അതും കഴിഞ്ഞ് കുഴിച്ച് ഇവിടെ എത്തി. ഇവിടെ നിന്നൊക്കെ കുഴിച്ച് പോകുന്നുണ്ട്. ഇവിടെ ഈ വീടിൻ്റെ ചുമരുള്ളത് കൊണ്ട് മാത്രം ഇവിടെ കുറച്ച് ഭാഗം കുഴിക്കാണ്ടിരിക്കുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റും കുഴിച്ച് പോയി. കണ്ട, ഇവിടെ നിന്ന് കുഴിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു കഷ്ണം കൂടെ പെട്ടെന്ന് തന്നെ പോകും. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് വരുമ്പോഴേക്കും ഈ സംഭവം ഇവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നാളത്തേക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണേ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വീടും അതുപോലെ തന്നെ കുഴിച്ച് വരുന്നുണ്ട്. അപ്പുറത്തെ വീട്, അതിൻ്റെ അപ്പുറത്തെ വീടുകൾ, ഞാൻ ഇന്നലെ കാണിച്ച ആൾ താമസം ഉണ്ട് എന്ന് പറഞ്ഞ വീട്, അവിടെയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഈ കാറ്റിൽ പെട്ടുപോകും. ഈ കാറ്റിൽ പെട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റും തലപോയ തെങ്ങുകളാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു തെങ്ങ് മറിഞ്ഞ് എൻ്റെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ പടാവും, ഒരാളും അറിയാണ്ട് അവിടെ കിടക്കും. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം എന്തായാലും നല്ല മഴയാണ്. ഇനി കാറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സേഫായിട്ടുള്ള സോണിലേക്ക് പോയിട്ടില്ലെങ്കിൽ പണിയാവും. അപ്പോൾ ദാ ഈ ഒരു വീട് വീണു എന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോകട്ടെ. കുറച്ച് കഴിയുമ്പോഴേ ഒന്ന് മഴയും കാറ്റൊക്കെ ഒതുങ്ങുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങാം. പിന്നെ ഇവിടെ മാത്രമല്ല, വേറെ കുറേ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വാടനപ്പള്ളി പഞ്ചായത്തിലും അതുപോലെ തന്നെ ചാവക്കാട്, നമ്മുടെ കടപ്പുറം പഞ്ചായത്തിലും അങ്ങനെയായിട്ട് പല സ്ഥലങ്ങളിലും കടലാക്രമണവും നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോവാം. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്ഥലം ഇപ്പം ഇങ്ങനെയാണ്, ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കുഴിച്ച് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുഴയും ഈ കടലും തമ്മിൽ ഇപ്പോൾ വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരു 50-60 മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അത് കയറാൻ വലിയ സമയമൊന്നും എടുക്കണ്ട, എടുക്കില്ല കടലിൻ്റെ ഒരു സ്വഭാവം വെച്ച്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തിരിച്ചു പോവാണ്. പിന്നെ കൂടുതൽ കാഴ്ചകളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കാരണം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, അതുപോലെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ശരി, പോട്ടെ.